പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ശ്രദ്ധിച്ചു കേൾക്കണമേ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് മുമ്പിൽത്തവ പോലെ 2 കൽപ്പലകൾ ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി. പർവ്വതത്തിന്റെ മുകളിൽ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കടന്നു വരണം. പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. ആരോട് പറയുക? മോശ എന്ന ദൈവദാസനോട് ദൈവാത്മാവ് കൽപ്പിക്കുക, നീ എന്റെ സന്നിധിയിൽ വരണം. എന്നിട്ടോ നിന്നോട് കൂടെ ആരും കയറരുത്, പർവ്വതത്തിൽ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയുമരുത്. വിളിച്ചു പറയുക, നിന്നെ തന്നെ എന്റെ കരത്തിൽ ഒന്ന് കിട്ടണം. നിന്നോട് കൂടെ ആരും കയറരുത്. അത് ആടായാലും മാടായാലും എന്താണെങ്കിലും അവൻ പർവ്വതത്തോട് അടുക്കരുത്. നീ എന്റെ സന്നിധിയിൽ കടന്നു വരണം. ഇതിനകത്ത് ആരോടോ ദൈവാത്മാവ് പറയുക, ചിലതിനെയൊക്കെ കുടഞ്ഞെറിഞ്ഞ് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറാൻ നിയോഗമുള്ള ചിലതിനെ ഇന്ന് പകലിൽ ദൈവാത്മാവ് തിരയുകയാ. എനിക്കറിയത്തില്ല ആരുടെ മേലോ ചില നിയോഗങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന് പകരാനുണ്ട്. ചില ദൈവമക്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില യൗവനക്കാരെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില തലമുറകളെ ഇന്ന് പകലിൽ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വരിക. അതിരാവിലെ തന്നെ നിന്നെ തന്നെ ഒരുക്കിക്കോ. ഇന്ന് പകൽ കൂടെ ഉള്ളത് വിട്ട്, കൂട്ടം വിട്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നീ ഒന്ന് കയറുക. മോശയെ തെരഞ്ഞെടുക്കുന്ന ഭാഗം നമുക്കറിയാം. മോശയുടെ ആയുസിന്റെ 120 വർഷക്കാലം ഭൂമിയിൽ മോശ ജീവിച്ചു. അവൻ 340 മോശയുടെ ജീവിത കാലഘട്ടത്തെ വേദപണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 40 അവൻ ഫറവോന്റെ കൊട്ടാരത്തിലുള്ള വാസമാണ്. ഫറവോന്റെ എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ സകലവിധ അഭ്യാസങ്ങളും വിദ്യാഭ്യാസവും അക്ഷരജ്ഞാനവും അവർ പഠിച്ച മന്ത്രവാദ സകല ജ്ഞാനവും പഠിക്കുവാൻ 40 വർഷം മോശയെ ദൈവാത്മാവ് ഈജിപ്തിന്റെ അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവാത്മാവ് നിയോഗിച്ചു. അടുത്തൊരു മണ്ഡലം, അടുത്ത 40 മോശയുടെ 40 തുടങ്ങുന്നത് ഹോറേബ് എന്ന പർവ്വതത്തിന്റെ താഴ്വരകളില്ല. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കരമുയർത്തി യേശുവിന് സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത നിയോഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 40 മരുഭൂമിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ആടിനെ തീറ്റുന്ന മണ്ഡലം. സകല ജ്ഞാനവും സകല അഭ്യാസവും സകല നന്മകളും കൊട്ടാരത്തിലെ സകലവിധ നന്മകളും അനുഭവിച്ചു വളർന്ന മോശ ഇപ്പോൾ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ശൂന്യതയുടെ നടുവിലുള്ള ഒരു 40 വർഷം, രണ്ടാമത്തെ 40. ഹല്ലേലൂയ. ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ 40ലേക്ക് കയറുക. എന്താ അത്? നിയോഗങ്ങളുടെ 40. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്കറിയാം. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗം ഒന്ന് വായിക്കാമോ? പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി യിത്രോന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, രണ്ടാമത്തെ 40ന്റെ അവസാനവും മൂന്നാമത്തെ 40ന്റെ ആരംഭവും എന്ന് പറഞ്ഞാൽ നിന്റെ കഷ്ടപ്പാടിന്റെ അവസാനവും നിയോഗത്തിന്റെ ആരംഭവും. ഹല്ലേലൂയ. ആടുകളെ മേയിച്ചോണ്ട് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. മോശ ഒരു അസാധാരണമായ കാഴ്ച കാണുകയാണ്. സ്വർഗത്തിൽ നിന്നും ഒരു അഗ്നി ഇറങ്ങി മുൾപടർപ്പിനെ കത്തിക്കുക.
മരുഭൂമി ആയതുകൊണ്ടും പലതും കത്തിച്ചാമ്പലാകുന്നത് മോശ കണ്ടിട്ടുള്ളത് കൊണ്ടും ആദ്യം വകവച്ചില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞിട്ട് മോശ നോക്കുമ്പോഴും മുൾപ്പടർപ്പ് കത്തി നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ കത്തി നിൽക്കുന്നതും കാണുന്നു, ചാമ്പലാകുന്നില്ല. ഇങ്ങനെ ഒരു അഗ്നിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്നെ കത്തിക്കാതെ നിന്റെ ബലഹീനതയെ കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു അഗ്നിയുണ്ട്. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അഗ്നി നിനക്ക് കേടുവരുത്തത്തില്ല. ഇന്ന് പകലിൽ നിനക്ക് കേടുവരുത്താൻ സാധ്യത ഉള്ളതിനെ ചാമ്പലാക്കാൻ ഈ അഗ്നിക്ക് കഴിയുമെങ്കിൽ ഹോറേബ് വരെ കയറി വരാൻ ഇന്ന് പകലിൽ നിനക്ക് നിയോഗമുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ഒരഗ്നിയുടെ അഭിഷേകം. രാമനാദാര ശാമനാദാര. ഏതു മേഖലയാ നിനക്ക് പരാജയമായി മുന്നിൽ നിൽക്കുന്നത്? ഏതു ബലഹീനതയാ അടുത്ത നിയോഗത്തിൽ നിനക്ക് കടക്കാൻ കഴിയാത്തത്? ഏതു ബലഹീനതയാ നിന്റെ സന്തതിയെ തകർത്ത് കളയുന്നത്? വിളിച്ചു പറയാ, നിന്റെ സന്തതിയെ കത്തിക്കാതെ അവനെ പിന്നോട്ട് വലിക്കുന്ന തടസ്സത്തെ കത്തിക്കാൻ ഇന്ന് പകൽ ഒരു അഗ്നി ഇറങ്ങാൻ പോവുകയാ. എനിക്കറിയത്തില്ല, ഹോറേബിൽ ഇറങ്ങിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ കത്തിക്കാതെ, നിന്റെ സന്തതിയെ കത്തിക്കാതെ, നിനക്ക് തുറന്ന വാതിൽ അടഞ്ഞു പോകാതെ റമനാദാര ശമനാദാര റിബലാദാര ശതനാദരാദര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ ഒറ്റയ്ക്ക് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇതിനകത്തുള്ള ചിലതിനോട് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നെ ഒറ്റയ്ക്ക് ഇന്ന് പകലിൽ ഈ ദൈവത്തിന് ആവശ്യമുണ്ട്. തിരിച്ചറിയാൻ കൃപ ലഭിച്ചവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താ? നമ്മുടെ തലമുറയ്ക്ക് നാശം വന്നു, നമ്മുടെ തലമുറയുടെ വാഗ്ദത്തത്തിന് നാശം വന്നു. ജീവിതത്തിൽ ഉയരാൻ കഴിയുന്നില്ല, നന്നായി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ആത്മമണ്ഡലത്തെ പിശാച് അടച്ചു കളഞ്ഞു. വീടിനകത്ത് കുടുംബ പ്രാർത്ഥന നടക്കുന്നില്ല. ആത്മമണ്ഡലത്തെ ഡ്രൈ ആക്കി കളഞ്ഞു. തലമുറകളുടെ അഭിഷേകമുള്ള തലമുറകൾക്ക് മുന്നേറാൻ കഴിയുന്നില്ല. ആത്മമണ്ഡലത്തെ ദുരാത്മാവ് അടച്ചു കളഞ്ഞു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, നിനക്ക് അടുത്തൊരു തലം തുറന്നു തരാൻ പോവാ ദൈവാത്മാവ്. ആത്മീയ അന്തരീക്ഷത്തിന്റെ അടുത്തൊരു തലം ഇന്നത്തെ ആരാധനയുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോവുകയാ. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവരുടെ കരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. റമന ഹദര ശബന രഗന. എനിക്കറിയത്തില്ല, ഏതൊക്കെയോ വീടിന്റെ അകത്ത് ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ചില സന്തതിയെ അഗ്നി അഭിഷേകത്താൽ എന്റെ ദൈവം റമനാദര ശമനാദര റിബലഹദുരി ജുഡലമന ഹദര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ ചാമ്പലാക്കി കളയാ. ചില മന്ത്രവാദ ശക്തികൾ, ചില കുടിയിരിപ്പ് ശക്തികൾ നിന്റെ സന്തതിയെ ഇല്ലായ്മയാക്കാൻ, ചില ആഭിചാരത്തിന്റെ ക്രിയകൾ ഇന്ന് പകലിൽ എന്റെ ദൈവത്തിന്റെ അഗ്നി നിന്റെ ഭവനത്തിന്റെ മേൽ ലമനാദര ശബലാദര. ഒരന്യാഗ്നിയും നിന്റെ മേൽ ചലിക്കത്തില്ല, ഒരന്യാഗ്നിയും നിന്റെ വീടിനകത്ത് ചലിക്കത്തില്ല. ഇന്ന് പകൽ വിളിച്ചു പറയാം, നിനക്കെതിരെ ആരൊക്കെ ക്രിയകൾ ചെയ്താലും പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിളിച്ചു പറയാം, നിന്റെ സന്തതിക്കെതിരെ ചെയ്ത ക്രിയക്ക് ദൈവത്തിന്റെ ആത്മാവ് ചില പ്രതിക്രിയ, നിന്റെ ഭർത്താവിനെതിരെ ചെയ്ത ക്രിയക്ക്, നിന്റെ വീടിനകത്തുള്ള നന്മയ്ക്കെതിരെ ചെയ്ത ചില ക്രിയക്ക് എന്റെ ദൈവം പ്രതിക്രിയ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിനായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അഭിഷേകമുള്ള നിന്നെ അടുത്ത തലത്തിലേക്ക് ഉയർത്താത്ത, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകമുള്ള നിന്നെ ആത്മമണ്ഡലം തുറക്കാതെ, നിയോഗത്തിൽ ചലിപ്പിക്കാതെ നിന്നെ ഒതുക്കിക്കളയുന്ന ദുരാത്മമണ്ഡലം അഴിയുന്നു. പൊട്ടുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ചില തലമുറകൾ പുറത്തു വരാൻ സമയമായി. ദൈവവചനവുമായി ചില സന്തതികൾ എഴുന്നേൽക്കാൻ സമയമായി. അഭിഷേകമുള്ള ഒരു തലമുറ കറുകച്ചാലിൽ എഴുന്നേൽക്കാൻ സമയമായി. രാജ്യങ്ങളിൽ പടരുന്ന, പട്ടണങ്ങളിൽ പടരുന്ന അഭിഷേകമുള്ള തലമുറ ചലിക്കട്ടെ. ദൈവകൃപ. ഏതൊക്കെ ദുരാത്മ മണ്ഡലം അടച്ചു കളയാൻ ശ്രമിച്ചാലും അടഞ്ഞു പോകുന്നതല്ല ഈ മാർഗം. ഏതൊക്കെ ദുർവ്യാപാരങ്ങൾ തടസ്സപ്പെടുത്താൻ നോക്കിയാലും അതിന് വിധേയപ്പെടുന്നതല്ല ഈ മാർഗം. സുവിശേഷകരെ വധിച്ചാലും സുവിശേഷത്തെ വധിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാ, പ്രവാചകന്മാരെ വധിച്ചാലും ഇതിനകത്തുയരുന്ന പ്രവചന ശബ്ദത്തെ അഗ്നിയുടെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം, ശുദ്ധീകരിക്കുന്ന അഗ്നി. ഇന്നൊരു തീ ദൈവാത്മാവ് അയക്കുകയാണ്. നിന്റെ ജോലി മേഖലകളിൽ ദൈവാത്മാവ് ഒരു അഗ്നി അയക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ നീ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിലേക്ക് ഇന്ന് പകലിൽ നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അഗ്നി അവൻ അവിടെ അയക്കപ്പെടുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. മോശെ അടുത്തൊരു ടേണിങ്ങിന് സമയമായി. ഹല്ലേലൂയ. ആദ്യത്തെ 40 കഴിഞ്ഞപ്പോ നീ ചിന്തിച്ചു ഇനി എന്റെ ജീവിതം ആടുമേച്ച് തീരുമെന്ന്. ഇല്ലടാ. ഹല്ലേലൂയ. 40 വർഷം ആടിനെ മേയ്ക്കുന്ന ഒരുവന്റെ തുടർന്നുള്ള വർഷങ്ങൾ എന്താ? ആടിനെ മേയ്ക്കുക. ഞാൻ വിളിച്ചു പറ, 20 വർഷം ഡ്രൈവറായിരുന്ന ഒരുവന്റെ അല്ലെങ്കിൽ ഒരു യൗവനക്കാരന്റെ തുടർന്നുള്ള വർഷവും അവന്റെ പ്രൊഫഷൻ ഡ്രൈവർ എന്ന മേഖലയാണ്. പക്ഷെ നിയോഗം ചലിച്ച ഞാൻ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മശക്തി നിന്റെ മേൽ വന്നാൽ, ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായാൽ, നിന്റെ സന്തതിക്കുണ്ടായാൽ, ഇന്നുവരെ നിന്റെ വീട് കാണാത്ത അനുഗ്രഹം, നിന്റെ സന്തതി കണ്ടിട്ടില്ലാത്ത നന്മ, യേശുവിന്റെ അധികാരമുള്ള നാം ഇത് പറയുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ അകത്തളങ്ങളിൽ ബോധ്യം തരുന്നു. ചില തലമുറകൾ സാധ്യതയില്ലെന്ന് കരുതി മാറ്റിവെച്ച ചില സന്തതികളെ ദൈവാത്മാവ് തിരികെ പിടിക്കുക. തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർ. ചില തലമുറകൾ മടങ്ങി വരുന്നു, ചില സന്തതികൾ മടങ്ങി വരുന്നു. എനിക്കറിയത്തില്ല, നീ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ തന്നെ നിന്റെ വീടിനകത്ത് ഏതൊക്കെയോ കൂടാരങ്ങളിൽ ദൈവശക്തി അടിക്കുന്നു, ഏതൊക്കെയോ മൺകൂടാരങ്ങളിൽ ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്നു. എനിക്കറിയത്തില്ല, വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി. ഹല്ലേലൂയ. മോശെ, നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ ദൈവത്തിന് വലുതാ. ഹല്ലേലൂയ. ആദ്യത്തെ 40 നീ ചിന്തിച്ചു കൊട്ടാരത്തിൽ സുഭിക്ഷമായ ഭക്ഷണം, ഹല്ലേലൂയ, രാജകീയ ഭോജനം, രാജകീയ യാത്രകൾ, ഇതൊക്കെ നീ അനുഭവിക്കുമ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അകത്തളങ്ങളിൽ അവന്റെ അകത്തല്ലെങ്കിൽ അവന്റെ അമ്മ അവന് ഉരുട്ടി വായിൽ കൊടുത്തപ്പോൾ തന്നെ ഒരു എബ്രായരുടെ ദൈവത്തെ കുറിച്ചുകൂടെ അവൾ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. രാജകൊട്ടാരത്തിലെ ഭക്ഷണം അനുഭവിക്കുമ്പോഴും മോശയുടെ അകത്ത് നിയോഗം തിളയ്ക്കും. കാരണം എന്താണെന്നറിയാമോ? എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്നെ നിയോഗിക്കാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. ഈ 40 കൊണ്ട് ഞാൻ തീരത്തില്ല, അടുത്ത 80 കൊണ്ടും ഞാൻ തീരത്തില്ല. നിയോഗം ചലിക്കാൻ സമയമായെങ്കിൽ ഞാൻ വിളിച്ചു പറയാ, സാധ്യത ഇല്ലാത്തിടത്തും ദൈവത്തിന്റെ തീരകം. ചിലത് ചിന്തിക്കുക, ഇനി എന്റെ ഭാവി തീർന്നു. ചിലത് ചിന്തിക്കുക, എനിക്കൊരു ഉയർച്ച ഇനി ഇല്ല, ഇനി എനിക്കൊരു പ്രാർത്ഥനയുടെ അനുഭവമില്ല, ഞാൻ പിന്മാറിപ്പോയി, എനിക്ക് മുന്നോട്ട് വരാൻ കഴിയത്തില്ല. ഞാൻ വിളിച്ചു പറയാ, സാധ്യതയില്ലാത്തിടത്ത് ആ പശ്ചാത്തലം വെച്ചുള്ള സാധ്യതയാ ദൈവത്തിന്റെ സാധ്യത.
മരുഭൂമിയിൽ എങ്ങനെ ഒരു എൻകൗണ്ടർ, അത് മറ്റു രീതിയിലല്ല. എടാ, അസാധാരണമായ മരുഭൂമിയിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ കാഴ്ച മോശ കണ്ടാൽ മാത്രമേ ഇവൻ പർവ്വതത്തിലേക്ക് കയറൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗം ചലിക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഒരു നിയോഗം ചലിക്കാൻ പോവാ? പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ, വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ ഇന്ന് പകൽ ചില ബലഹീനതകളെ കുടഞ്ഞെറിയണം. അവൻ വചനം പറയുക, നിന്റെ കൂടെ ആരും പർവ്വതത്തിൽ കയറരുത്, നീ എൻ്റെ സന്നിധിയിൽ വരണം. ഇന്നലെ ദൈവദാസൻ ആ ഭാഗം അവൻ വിശദീകരിച്ചപ്പോൾ, അതിൻ്റെ പൊരുൾ തിരിച്ചു തന്നപ്പോൾ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ അകത്തളങ്ങളിൽ വാഴുന്ന വിദ്വേഷത്തെ കുടഞ്ഞെറിയണം, പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നീ ഇടണം. ആ പകയുടെ അനുഭവത്തെ എവിടെ ഇടണം? പർവ്വതത്തിന്റെ താഴ്വരയിൽ നീ കുടയണം. അവൻ കാരണം എന്താ? നിന്നെ ഒറ്റയ്ക്കാണ് എൻ്റെ ദൈവത്തിന് ആവശ്യം. ഞാൻ വിളിച്ചു പറയാം, ഭിന്നതയുടെ മനോഭാവം ഉണ്ടല്ലോ, പർവ്വതത്തിന്റെ അടിവാരത്തിൽ നീ കുടയണം. ഓ യേശുവിന്റെ നാമത്തിൽ. മോശേ, നിന്റെ മുൻകോപമുണ്ടല്ലോ, മുന്നമേ നിനക്ക് എൻ്റെ കൈപ്പടയിൽ എഴുതി തന്ന കൽപ്പനകൾ ഉടച്ചു കളയുന്ന ആ കോപമുണ്ടല്ലോ, അത് പർവ്വതത്തിന്റെ താഴ്വരയിൽ നീ കുടയണം. ഇന്ന് പകൽ വിളിച്ചു പറ, അവൻ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകൊണ്ട്, പരിശുദ്ധ ഭൂമിയാകൊണ്ട് കാലിലെ ചെരുപ്പഴിച്ചുകളാ. ഇത് വിശുദ്ധ ഭൂമിയാകിയ ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ. ഓ രാമനാധാരാധാര ശബലാധാര റിമാനാധാര. ആമേൻ. ഞാൻ ആത്മാവിൽ കാണുന്നു, നിന്നെ കത്തിക്കാതെ ചില വിദ്വേഷത്തെ ദൈവത്തിന്റെ അഗ്നി ചാമ്പലാക്കുന്നു. നിന്നെ കത്തിക്കാതെ ചില മദ്യപാനത്തിന്റെ ആസക്തികളെ ദൈവാത്മാവ് ചാമ്പലാക്കുന്നു. നിന്നെ കത്തിക്കാതെ ചില പകയുടെ, മുൻകോപത്തിന്റെ, വൈരാഗ്യത്തിന്റെ സ്പിരിറ്റിനെ ദൈവത്തിന്റെ ആത്മാവ് കത്തിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ, കൃപ ലഭിച്ചവർ, കൃപ ലഭിച്ചവർ. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്ക് കയറി ചെല്ലണോ ആ മേഖലയെ? ചിലത് പകരാനുണ്ട് എൻ്റെ ദൈവത്തിന്, ചിലത് കൈമാറാനുണ്ട് എൻ്റെ ദൈവത്തിന്. ഈ വചനമൊന്നും ചുമ്മാ കാണല്ലേ, മുറുകെ പിടിക്കണം. ഇതിനകത്ത് മുഴങ്ങുന്ന വചനത്തിന് ആമേൻ പറഞ്ഞു പിടിച്ചോണം. ഹല്ലേലൂയ. കാരണം എന്താ? ഇത് നിന്റെ സന്തതിയുടെ ഉയർച്ചയാണ്, നിന്റെ ഭാവിയുടെ തെളിച്ചമാണ്. ഇരുട്ട് നിറഞ്ഞ നിന്റെ വീടിനകത്ത് ഇത് വെളിച്ചമാണ്, നിന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഞാൻ വിളിച്ചു പറയാം, നിന്റെ ആത്മാവിന് ഇത് സന്തോഷമാണ്. നിന്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന അനുഭവം വചനത്തിനകത്തുണ്ടെങ്കിൽ വചനത്തിന് ആമേൻ പറയുന്നവർക്കായി. ഹല്ലേലൂയ. അടുത്ത ഭാഗം പറയുകയാണ്, ആടോ മാടോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. മുകളിലിരിക്കുമ്പോൾ നിന്റെ ചിന്ത, ആലയത്തിനകത്തിരിക്കുമ്പോഴും നിന്റെ ചിന്ത വീട്ടിലാകരുതെന്ന്. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ ഇടയ്ക്ക് ഒരു ദൈവദാസൻ പ്രസംഗിച്ചതുപോലെ, ഇവിടെ ഇരുന്ന് കൈകൊട്ടുക, പക്ഷേ മൈൻഡ് എവിടാണ്? ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഹല്ലേലൂയ. ഗേറ്റ് ഞാൻ പൂട്ടിയായിരുന്നു. നിന്റെ ചിന്താമണ്ഡലത്തെ കുഴയ്ക്കുന്ന സകലതും പർവ്വതത്തിന്റെ അടിവാരത്തിൽ കുടയണം. എന്നിട്ട് നീ കയറി ചെല്ലണം. ഹല്ലേലൂയ. നിന്റെ ബിസിനസ്സിനെ ദൈവ സാന്നിധ്യവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ബിസിനസ്സൊക്കെ മാറ്റിവെക്കണം. ആലയത്തിനകത്തിരിക്കുമ്പോൾ ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നിനക്ക് കൃപ ലഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിന്നെ ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. സമർപ്പിക്കാൻ കഴിയുമോ? സമർപ്പിക്കാൻ കഴിയുമോ? ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്റെ പൊന്നു വേണ്ട, നിന്റെ വെള്ളി വേണ്ട, നിന്റെ വിലപിടിപ്പുള്ള ഒന്നും വേണ്ട. പക്ഷെ എൻ്റെ ദൈവത്തിന് നിന്നെ വേണം.